സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് HDFC എർഗോ ഐ ക്യാൻ ക്യാൻസർ ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ ക്യാൻസർ ചികിത്സ എന്ന് പറയുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടിയുണ്ട്, അല്ലേ? തീർച്ചയായും അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ പോളിസി, ഈ ഐ ക്യാൻ പോളിസി ആ ഒരു ഭാരം കുറയ്ക്കാൻ എത്രത്തോളം ശരിക്കും സഹായിക്കും? അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കണ്ടീഷൻസൊക്കെ കാണുമല്ലോ, അതെല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. തീർച്ചയായും ഇത് എന്താ പറയാ, ഒരു സ്റ്റാൻഡ് എലോൺ ക്യാൻസർ പോളിസിയാണ്. അതായത് ഇതിന്റെ ഫോക്കസ് മുഴുവൻ ക്യാൻസർ ചികിത്സാ ചെലവുകളിലാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സാധാരണ ഹെൽത്ത് പോളിസി പോലെയല്ല. അതെ, ഇത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് കവറേജ് തരുന്നത്. ഒന്ന്, ചികിത്സയ്ക്ക് ശരിക്കും വരുന്ന ചെലവ് അത് തിരിച്ചു തരും, ഇൻഡെംനിറ്റി എന്ന് പറയും. പിന്നെ രണ്ടാമത്തേത്, രോഗം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റേജിലെത്തിയാൽ ഒരു ഫിക്സ്ഡ് തുക ഒറ്റയടിക്ക് കിട്ടും, ലംസം. ഓക്കെ, ഇൻഡെംനിറ്റിയും ലംസമും. അതെ. അപ്പോ ഇതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഗുണദോഷങ്ങളൊക്കെ നമുക്ക് ശരിക്കും നോക്കാം. ഈ സ്റ്റാൻഡ് അലോൺ എന്ന വാക്ക് അത് പ്രധാനപ്പെട്ടതാണ്. കാരണം സാധാരണ ഹെൽത്ത് പോളിസി ഓൾറെഡി ഉള്ളവർ ചിന്തിക്കും ഇത് വേറെ വേണോന്ന്. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ ഇതിൽ പറയുന്നൊരു കാര്യം, ലൈഫ് ലോങ് ഇൻഡെംനിറ്റി കവർ. അതെന്താണ് സംഭവം? നല്ല ചോദ്യം. ഇൻഡെംനിറ്റി കവർ എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ഒരു സം ഇൻഷോർഡ് ഉണ്ടാവുമല്ലോ, ഒരു തുക. ആ തുകയുടെ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും വരുന്ന ചികിത്സാ ചെലവ്, അതായത് ഹോസ്പിറ്റൽ ബില്ല്, മരുന്ന്, ഡോക്ടർ ഫീസ്, അങ്ങനത്തെ കാര്യങ്ങൾ അത് കമ്പനി തിരിച്ചു തരും. ബില്ല് കൊടുക്കണമല്ല? അതെ, ബില്ല് കൊടുക്കണം, ലംസം പോലെയല്ല. ഇനി ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ പോളിസി പുതുക്കാം, റിന്യൂ ചെയ്യാം. നിങ്ങളുടെ ഹെൽത്ത് മോശമായാലും അല്ലെങ്കിൽ ക്ലെയിം ചെയ്താലും പ്രീമിയം അടിക്കുന്ന കാലത്തോളം കമ്പനിക്ക് ഇത് റിന്യൂ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓഹോ, പക്ഷേ പ്രീമിയം അത് ഒരേപോലെ നിൽക്കുവോ? ഇല്ലില്ല, പ്രീമിയം എല്ലാ വർഷവും ഒന്നായിരിക്കില്ല. അത് പ്രായം കൂടുന്തോറും സ്വാഭാവികമായും കൂടും. അതൊരു റിസ്ക് ഫാക്ടറാണല്ലോ. ശരി ശരി. അപ്പോൾ ആജീവനാന്തം പുതുക്കാമെങ്കിലും പ്രീമിയം കൂടും. ഓക്കെ, ഇനി പ്ലാനുകളിലേക്ക് കടക്കാം. ഇതിലൊരു സ്റ്റാൻഡേർഡ് പ്ലാനുണ്ട്. അതിലെന്തൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്നത്? ഒരു സാധാരണ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഇത് മതിയാകുമോ? പ്രധാനമായിട്ടും ഈ പരമ്പരാഗത ചികിത്സാ രീതികളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ: ഒന്ന്, ഹോസ്പിറ്റലൈസേഷൻ, അതായത് ക്യാൻസർ ചികിത്സയ്ക്ക് അഡ്മിറ്റ് ആയാലുള്ള ചെലവ്, റൂം റെന്റ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഡേ കെയർ ചികിത്സകളും വരും, 24 മണിക്കൂറിൽ താഴെയുള്ള അഡ്മിഷൻ, കീമോ എടുക്കാനൊക്കെ പോകുന്നത് പോലെ. ഡേ കെയർ. പിന്നെ OP ചികിത്സ, അതായത് അഡ്മിറ്റ് ആകാതെ തന്നെ OP ബേസിസിൽ ചെയ്യുന്ന ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെലവുകളും കിട്ടും. പിന്നെ പ്രധാന ചികിത്സകൾ, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി. സർജറിയുമില്ലേ? ഉണ്ട്. ഓംകോ സർജറി, അതായത് ക്യാൻസർ ബാധിച്ച ഭാഗം നീക്കം ചെയ്യാനുള്ള സർജറി. പിന്നെ അവയവമാറ്റ ശസ്ത്രക്രിയ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പോലുള്ളവ. ഇതൊക്കെയാണ് ഒരുവിധം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ശരി, ഇത് ചികിത്സയുടെ സമയത്തുള്ള കാര്യങ്ങൾ. പക്ഷേ ആശുപത്രിയിൽ പോകുന്നതിന് മുൻപും ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടും ചെലവുകൾ വരുമല്ലോ, ടെസ്റ്റുകൾ, ഡോക്ടറെ കാണുന്നത്. ഉണ്ട്. അതും ഈ സ്റ്റാൻഡേർഡ് പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയും. അതായത് അഡ്മിറ്റ് ആകുന്നതിന് ഒരു 30 ദിവസം മുൻപ് വരെയുള്ള ചെലവുകൾ, ഡോക്ടർ കൺസൾട്ടേഷൻ, ടെസ്റ്റുകൾ, അതൊക്കെ. 30 ദിവസം? അതെ. പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് ഒരു 60 ദിവസം വരെയുള്ള തുടർ ചികിത്സാ ചെലവുകൾ, മരുന്ന്, ഫോളോ അപ്പ്, അങ്ങനെയുള്ളവ. ഓക്കെ, 30ഉം 60ഉം അത് നല്ലൊരു കവറേജാണ്. അതെ, ചികിത്സയുടെ ഒരു കണ്ടിന്യൂറ്റിക്ക് അത്യാവശ്യമാണ്. ആംബുലൻസ് സൗകര്യം, പിന്നെ ഈ ഫോളോ അപ്പ് കാര്യങ്ങൾ, ചികിത്സ കഴിഞ്ഞിട്ടുള്ളത്, അതുമുണ്ട്. ആംബുലൻസ് എമർജൻസിക്ക് ഉപയോഗിക്കുന്നതിന് ഓരോ അഡ്മിഷനും 2000 രൂപ വരെ കിട്ടും. പിന്നെ ഫോളോ അപ്പ് കെയർ, അതായത് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പറയാണ് ഇനി ട്രീറ്റ്മെന്റ് വേണ്ട, രോഗമില്ല, NED എന്നൊരു 6 മാസം കണ്ടിന്യൂസ് ആയി ഉറപ്പാക്കിയാൽ പിന്നീടുള്ള തുടർ പരിശോധനകൾക്ക് വർഷത്തിൽ 2 തവണ ഒരു 3000 രൂപ വെച്ച് കിട്ടും. അത് നല്ലതാണല്ലോ. രോഗം തിരിച്ചു വരുന്നുണ്ടോന്ന് നോക്കാനായിരിക്കും അല്ലേ? അതെ, അതിനാണ്. അപ്പം സ്റ്റാൻഡേർഡ് പ്ലാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ക്യാൻസർ ചികിത്സയിൽ പുതിയ രീതികളൊക്കെ വരുന്നുണ്ടല്ലോ, പ്രോട്ടോൺ ബീം തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, അതൊക്കെ ഭയങ്കര ചെലവുള്ളതല്ലേ?
അതിന് ഈ സ്റ്റാൻഡേർഡ് പ്ലാനിൽ കവറേജ് കിട്ടുമോ? ഇല്ല, അതാണ് പോയിന്റ്. ഈ പറഞ്ഞ പുതിയ അഡ്വാൻസ്ഡ് ചികിത്സകൾ സ്റ്റാൻഡേർഡ് പ്ലാനിൽ സാധാരണഗതിയിൽ വരില്ല. അവിടെയാണ് അഡ്വാൻസ്ഡ് പ്ലാൻ എന്നൊരു ഓപ്ഷണൽ കവർ വരുന്നത്. ഓപ്ഷണൽ, അതായത് എക്സ്ട്രാ പൈസ കൊടുക്കണം. അതെ, സ്റ്റാൻഡേർഡ് പ്ലാനിന്റെ കൂടെ ആഡ് ചെയ്യാം. അതിനനുസരിച്ച് പ്രീമിയം കൂടും. ഈ അഡ്വാൻസ്ഡ് കവറിൽ വരുന്ന ചില പ്രധാനപ്പെട്ട ചികിത്സകളാണ് പ്രോട്ടോൺ ബീം തെറാപ്പി. അത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, റേഡിയേഷന്റെ ഒരു അഡ്വാൻസ്ഡ് രൂപമാണ്. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി, ശരീരത്തിന്റെ പ്രതിരോധശേഷി ഉപയോഗിച്ച് ക്യാൻസറിനെ നേരിടുന്നത്. പേഴ്സണലൈസ്ഡ് ആൻഡ് ടാർഗറ്റഡ് തെറപ്പി, ഹോർമോണൽ തെറപ്പി, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതൊക്കെ ഇതിൽ വരും. ഈ അഡ്വാൻസ്ഡ് ചികിത്സകൾക്ക് പരിരക്ഷ കിട്ടുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലക്ഷങ്ങൾ വരും ഇതിനൊക്കെ. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ശരിയാണ്. അപ്പം ഇത് വേണമെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് എടുക്കാം. ശരി, ഇനി പ്ലാനുകൾ കഴിഞ്ഞു. ഇനി വേരിയൻസ് ഉണ്ടെന്ന് പറയുന്നു, എസെൻഷ്യൽ, എൻഹാൻസ് എന്ന്. ഇതിൽ എൻഹാൻസ് എടുത്താൽ കുറച്ച് എക്സ്ട്രാ ലംസം കിട്ടുമെന്നാണോ? എന്താണ് ഈ ക്രിട്ടിക്കൽ ബെനിഫിറ്റ്? അതെ, സ്റ്റാൻഡേർഡ് അഡ്വാൻസ്ഡ് പ്ലാൻ എന്നത് ചികിത്സാ രീതികളെ പറ്റിയാണ്. എസെൻഷ്യൽ, എൻഹാൻസ് എന്നത് പോളിസിയുടെ വേർഷനുകളാണ്. എൻഹാൻസ് വേരിയന്റിൽ കുറച്ചുകൂടി പ്രീമിയം കൊടുത്താൽ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടും. അതിലൊന്നാണ് ഈ ക്രിട്ടിക്കൽ ബെനിഫിറ്റ്. എൻഹാൻസ് വേരിയന്റ് എടുത്ത 18 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് പോളിസിയിൽ പറയുന്ന ഒരു മേജർ സ്റ്റേജ് ക്യാൻസർ ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്താൽ സം ഇൻഷോർഡിന്റെ 60% ഒറ്റത്തവണയായിട്ട് കിട്ടും, ലംസമായിട്ട്. ഓഹോ, 60%? അത് മറ്റേ ഇൻഡെംനിറ്റിക്ക് പുറമെയാണോ? ചികിത്സാ ചെലവിന് കിട്ടുന്നതിന് പുറമേ? അതെ അതെ, അതാണ് പ്രധാനം. ചികിത്സാ ബില്ലിനനുസരിച്ച് കിട്ടുന്ന പൈസയ്ക്ക് പുറമെയാണ് ഈ 60% കിട്ടുന്നത്. ഇത് ലൈഫിൽ ഒരിക്കലേ കിട്ടൂ. കൊള്ളാം. അപ്പോൾ ആ പൈസ ചികിത്സയ്ക്കല്ലാതെ ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ, മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അല്ലേ? തീർച്ചയായും, അതാണ് ലംസം തുകയുടെ ഗുണം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം, കമ്പനി ചോദിക്കില്ല. ചികിത്സയല്ലാത്ത ചെലവുകൾക്ക് അതൊരു വലിയ സഹായമാകും. ഈ എൻഹാൻസ് വേരിയന്റിൽ ഇതുപോലത്തെ വേറൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്, ഫാമിലി കെയർ ബെനിഫിറ്റ്. അതെന്താണ്? അതും ലംസമാണോ? എപ്പോഴത് കിട്ടുക? അതും ലംസമാണ്, എൻഹാൻസ് വേരിയന്റിൽ മാത്രം. ഇത് കിട്ടുന്നത് ക്യാൻസർ അതിന്റെ ഏറ്റവും കൂടിയ സ്റ്റേജിലെത്തിയാൽ, അതായത് സ്റ്റേജ് 4 മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിച്ച അവസ്ഥ. അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമായ ക്യാൻസർ വീണ്ടും വന്നാൽ, റിക്കറൻസ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സം ഇൻഷോർഡിന്റെ 100% മുഴുവൻ തുകയും ഒറ്റത്തവണയായി കിട്ടും. 100%? അതെ, ഇതും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ലൈഫിൽ ഒരിക്കൽ മാത്രം, മറ്റേ ഇൻഡെംനിറ്റിക്ക് പുറമേ. അപ്പോ രോഗം വളരെ സീരിയസ് ആവുമ്പോൾ കിട്ടുന്ന ഈ വലിയ തുക അത് കുടുംബത്തിന് വലിയൊരു ആശ്വാസമാവും. ശരിയാണ്. ഈ ക്രിട്ടിക്കെയറും ഫാമിലി കെയറും, ഈ രണ്ട് ലംസം ബെനിഫിറ്റുകൾ എൻഹാൻസ് വേരിയന്റിന്റെ വലിയൊരു അട്രാക്ഷനാണ്. പ്രീമിയം കൂടുമെങ്കിലും കിട്ടുന്നൊരു സെക്യൂരിറ്റി വലുതാണ്. ഇനി ചികിത്സയും പൈസയുമല്ലാതെ മൈ കെയർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള സൗകര്യം പറയുന്നുണ്ടല്ലോ, അതെന്താണ് സംഭവം? ക്യാൻസർ പോലൊരു അസുഖം വന്നോന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും രോഗിക്കും വീട്ടുകാർക്കും വലിയ ടെൻഷനും സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായം കേട്ടു, എന്നാലും ഈ ഫീൽഡിലെ വേറൊരു എക്സ്പേർട്ടിന്റെ അഭിപ്രായം കൂടി കിട്ടിയാൽ അതൊരു ആശ്വാസമാണല്ലേ? തീർച്ചയായും. അതിനുള്ള ഒരു അവസരമാണ് ഈ മൈ കെയർ ബെനിഫിറ്റ്. നിങ്ങൾ ഈ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുമ്പോൾ HDFC ERGOയുടെ പാനലിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രീ ആയിട്ട് മേടിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഉപയോഗിക്കുമെന്നും പറയുന്നുണ്ടല്ലോ. അതെ, AI, ഡീപ്പ് അനാലിറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടി ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തരാൻ ശ്രമിക്കുമെന്ന് പറയുന്നു. ഡയഗ്നോസിസ് കൺഫേം ചെയ്യാനും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അറിയാനും ഇത് നല്ലതാണ്. ചികിത്സ തീരുമാനിക്കുന്നതിൽ സെക്കൻഡ് ഒപ്പീനിയന് നല്ല റോളുണ്ട്. ശരി, ഇനി ആർക്കൊക്കെയാണ് ഈ പോളിസി വാങ്ങാൻ പറ്റുക? പ്രായം, റിന്യൂവൽ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാമോ? ഏജ് ലിമിറ്റ് 5 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്ക് വാങ്ങാം. പോളിസി എടുക്കുന്ന ആൾക്ക് പ്രൊപ്പോസർ 18 വയസ്സ് മിനിമം വേണം. കുട്ടികളെ ഉൾപ്പെടുത്താം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ലൈഫ് ലോങ് റിന്യൂവബിലിറ്റിയാണ്. അതായത് ഒരിക്കൽ എടുത്താൽ പ്രീമിയം കറക്റ്റായി അടച്ചാൽ ജീവിതകാലം മുഴുവൻ ഇത് പുതുക്കി കൊണ്ടുപോകാം. 65 കഴിഞ്ഞാലും നിർത്തേണ്ടി വരില്ല. പിന്നീട് അസുഖം വന്നാലോ ക്യാൻസർ വന്നതിന് ശേഷമാണെങ്കിൽ പോലും റിന്യൂവൽ കമ്പനിക്ക് നിഷേധിക്കാൻ പറ്റില്ല.
അത് വലിയൊരു കാര്യമാണ്. കാരണം പ്രായമാകുമ്പോൾ ഇൻഷുറൻസ് കിട്ടാൻ പാടാണ്. ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി അത് നല്ലൊരു പോയിന്റാണ്. പക്ഷേ എല്ലാ പോളിസിയിലും ഉള്ളതുപോലെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കാണുമല്ലോ. വെയിറ്റിംഗ് പീരീഡ്, എക്സ്ക്ലൂഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. തീർച്ചയായും അതറിയാതെ പോകരുത്. ഒന്ന്, ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ്. പോളിസി എടുത്ത് ആദ്യത്തെ 120 ദിവസം, അതായത് ഏകദേശം 4 മാസം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഈ സമയത്ത് ക്യാൻസർ വന്നാൽ ക്ലെയിം കിട്ടില്ല, അപകടം കാരണം വന്നാൽ ഒഴികെ. 120 ദിവസം, 4 മാസം. അതെ. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് PED, ഇത് വളരെ പ്രധാനമാണ്. പോളിസി എടുക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ക്യാൻസറോ അതിന്റെ ലക്ഷണങ്ങളോ ചികിത്സയോ ടെസ്റ്റോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ അസുഖത്തിന് ഈ പോളിസിയിൽ കവറേജ് കിട്ടില്ല. ഓക്കെ, മുൻപേയുള്ള അസുഖത്തിന് കിട്ടില്ല. പിന്നെ നിങ്ങൾ സം ഇൻഷുർഡ് കൂട്ടുകയാണെങ്കിൽ പോളിസി റിന്യൂ ചെയ്യുമ്പോൾ തുക വർദ്ധിപ്പിച്ചാൽ ആ കൂട്ടിയ തുകയ്ക്ക് മാത്രം ഈ 120 ദിവസത്തെ വെയിറ്റിംഗ് പീരിയഡ് വീണ്ടും വരും. ശരി. അപ്പോ മുൻപേയുള്ള ക്യാൻസർ ലക്ഷണങ്ങൾ കവർ ചെയ്യില്ല. വേറെ പ്രധാനപ്പെട്ട ഒഴിവാക്കലുകൾ എന്തൊക്കെയാണ് സാധാരണ കാണാറ്? ഏറ്റവും പ്രധാനം, ഇത് ക്യാൻസറിന് മാത്രമുള്ള പോളിസി ആയതുകൊണ്ട് വേറെ അസുഖങ്ങൾക്കൊന്നും ഇതിൽ കവറേജ് ഇല്ല. അത് വ്യക്തമാണ്. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ചികിത്സ, ഹോസ്പിറ്റൽ അല്ലാത്ത സ്ഥലങ്ങളിലെ ചികിത്സ, ഉദാഹരണത്തിന് വെറും സ്പാ, പ്രകൃതി ചികിത്സാ കേന്ദ്രം, അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ലെങ്കിൽ, പിന്നെ സർജറി ഇല്ലാതെ പുറമേ വയ്ക്കുകയും ഊരുകയും ചെയ്യുന്ന കൃത്രിമാവയവങ്ങൾ, ജന്മനാ ഉള്ള ചില പുറമേയുള്ള വൈകല്യങ്ങൾ, യുദ്ധം, ന്യൂക്ലിയർ റേഡിയേഷൻ കാരണം വരുന്ന അസുഖങ്ങൾ, അങ്ങനെ കുറേയുണ്ട്. ഇത് മുഴുവൻ അറിയണമെങ്കിൽ പോളിസി ഡോക്യുമെന്റ് വായിച്ചു നോക്കണം. അത് വളരെ പ്രധാനമാണ്. ഒഴിവാക്കലുകൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ക്ലെയിം കിട്ടുമ്പോൾ നിരാശയാകും. ഓക്കെ, ഇനി പോളിസി വാങ്ങി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ഒരു സമയം കിട്ടുമല്ലോ, ഫ്രീ ലുക്ക് പീരീഡ്. ഉണ്ട്. പോളിസി ഡോക്യുമെന്റ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് വിശദമായി നോക്കാം. തൃപ്തിയില്ലെങ്കിൽ ഈ 30 ദിവസത്തിനുള്ളിൽ ക്യാൻസൽ ചെയ്യാൻ അപേക്ഷിക്കാം. അതാണ് ഫ്രീ ലുക്ക് പീരീഡ്. അടച്ച പ്രീമിയം ചെറിയ ചില കിഴിവുകൾ കഴിഞ്ഞ് തിരികെ കിട്ടും. പ്രീമിയം അടയ്ക്കാൻ കുറച്ച് സമയം കൂടുതൽ കിട്ടുമോ? ഗ്രേസ് പീരീഡ് കിട്ടും. മാസത്തവണയാണെങ്കിൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 15 ദിവസം കൂടി കിട്ടും. വാർഷികം, അർദ്ധവാർഷികം, ത്രൈമാസികം ഒക്കെയാണെങ്കിൽ 30 ദിവസമാണ് ഗ്രേസ് പീരീഡ്. അതിനുള്ളിൽ അടച്ചാൽ പോളിസി ലാപ്സ് ആകില്ല. ടാക്സ് ബെനിഫിറ്റോ? ഉണ്ട്. സെക്ഷൻ 80D അനുസരിച്ച് നികുതി ഇളവിന് അർഹതയുണ്ട്. അത് അന്നത്തെ ടാക്സ് നിയമം അനുസരിച്ചിരിക്കും. ഓക്കെ, ഫ്രീ ലുക്ക്, ഗ്രേസ് പീരീഡ്, ടാക്സ് ബെനിഫിറ്റ്, ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങൾ. ഇനി പ്രീമിയം. നിങ്ങൾ തന്ന ഡോക്യുമെന്റിൽ വലിയ ടേബിളുകളുണ്ട്. 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെ സം ഇൻഷുർഡ് ഓപ്ഷൻസുമുണ്ട്. എന്തൊക്കെ നോക്കിയിട്ടാണ് ഈ പ്രീമിയം ഫിക്സ് ചെയ്യുന്നത്? പ്രീമിയം അത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, പ്രായം. അതാണ് മെയിൻ. പ്രായം കൂടുമ്പോൾ റിസ്ക് കൂടും, അപ്പോൾ പ്രീമിയം കൂടും. നല്ല വ്യത്യാസം വരും. സ്വാഭാവികം. പിന്നെ സം ഇൻഷുർഡ്, നിങ്ങൾ എത്ര രൂപയുടെ കവറേജ് എടുക്കുന്നു എന്നത്. 5 ലക്ഷത്തിന്റെ പ്രീമിയം അല്ല 50 ലക്ഷത്തിന്. പിന്നെ പ്ലാൻ വേരിയന്റ്, എസെൻഷ്യൽ ആണോ എൻഹാൻസ്ഡ് ആണോ? എൻഹാൻസ്ഡിന് കൂടും. ലംസമുള്ളതൊരു. അതെ. പിന്നെ അഡ്വാൻസ്ഡ് കവർ ഓപ്ഷൻ എടുക്കുന്നുണ്ടോ, അതും പ്രീമിയം കൂട്ടും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്മോക്കർ ആണോ നോൺ സ്മോക്കർ ആണോ എന്നത്. ഓ, അതിന് വ്യത്യാസമുണ്ടോ? വലിയ വ്യത്യാസമുണ്ട്. പുകവലിക്കുന്നവർക്ക് റിസ്ക് കൂടുതലായതുകൊണ്ട് പ്രീമിയം വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ 30-50% വരെ വ്യത്യാസം വരാം. അമ്പടാ. പിന്നെ ജെൻഡർ. ചില ഏജ് ഗ്രൂപ്പിൽ സ്ത്രീക്കും പുരുഷനും റിസ്കിൽ വ്യത്യാസമുള്ളതുകൊണ്ട് പ്രീമിയത്തിലും ചെറിയ മാറ്റങ്ങൾ വരാം. അപ്പോ പ്രായം, സം ഇൻഷുർഡ്, വേരിയന്റ്, അഡ്വാൻസ്ഡ് കവർ, പുകവലി, ജെൻഡർ, ഇതെല്ലാം നോക്കണം. പുകവലി ഇത്ര വ്യത്യാസമുണ്ടാക്കുമെന്നത് ശ്രദ്ധേയമാണ്. ശരി, നമ്മൾ HDFC എർഗോ ഐക്യാൻ പോളിസിയുടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇൻഡെംനിറ്റി, ലംസം, പ്ലാനുകൾ, വേരിയന്റുകൾ, സെക്കൻഡ് ഒപ്പീനിയൻ, ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി, വെയിറ്റിംഗ് പീരീഡ്, ഒഴിവാക്കലുകൾ, പ്രീമിയം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് ഈ പോളിസി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക? ഇത് ശരിക്കും ക്യാൻസർ എന്ന അസുഖത്തെക്കുറിച്ച് പേടിയുള്ളവര്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ വേണം എന്ന് കരുതുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവർക്ക്. എൻഹാൻസ് വേരിയന്റിലെ ആ ലംസം ബെനിഫിറ്റുകൾ അതൊരു വലിയ ആകർഷണമാണ്. കാരണം ചികിത്സാ ചെലവിനു പുറമേ വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അത് സഹായിക്കും. പിന്നെ ഈ അഡ്വാൻസ്ഡ് ചികിത്സകൾക്ക് കവറേജ് വേണം എന്ന് ഉറപ്പുള്ളവർക്കും ഇത് നോക്കാം.
സാധാരണ പോളിസികളിൽ ചിലപ്പോൾ ലിമിറ്റ് കാണും. ലൈഫ് ലോങ് റിന്യൂവബിലിറ്റിയും നല്ലതാണ്. പക്ഷെ ഓർക്കണം, ഇത് ക്യാൻസറിന് മാത്രമാണ്. ബാക്കി അസുഖങ്ങൾക്ക് വേറെ പോളിസി വേണ്ടിവരും. എക്സ്ക്ലൂഷൻസ് ഒക്കെ നന്നായി വായിച്ചു നോക്കണം. പോളിസി ഡോക്യുമെന്റ് മുഴുവൻ വായിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പിന്നെ ഇൻഷുറൻസ് നിയമപ്രകാരം ഈ റിബേറ്റ് കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്നുള്ളൊരു മുന്നറിയിപ്പും ഓർക്കുന്നത് നല്ലതാണ്. അതെ, ഇതൊരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് പോളിസിക്ക് പകരമാവില്ല. പക്ഷേ ക്യാൻസറിനൊരു ആഡഡ് പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ നിങ്ങളിത് പരിഗണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ ഒന്നാലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൽ ക്യാൻസറിന് എത്ര കവറേജ് ഉണ്ട്, എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, റൂം റെന്റിന് ക്യാപ്പ് ഉണ്ടോ, കോ പേയ്മെന്റ് ഉണ്ടോ, പ്രത്യേക ചികിത്സകൾക്ക് സബ് ലിമിറ്റ് ഉണ്ടോ, ആ കവറേജും ഈ ഒരു സ്റ്റാൻഡലോൺ പോളിസി തരുന്ന ക്യാൻസറിന് മാത്രമുള്ള പക്ഷെ ഒരുപക്ഷെ കൂടുതൽ ഡീറ്റെയിൽഡായ കവറേജും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി, സാമ്പത്തിക സ്ഥിതി, റിസ്ക് എടുക്കാനുള്ള താൽപ്പര്യം ഇതൊക്കെ നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് ചേരുന്നത് എന്ന് തീരുമാനിക്കാം. ചിലപ്പോൾ നിലവിലുള്ള പോളിസിയിൽ ഒരു ക്രിറ്റിക്കൽ ഇൽനെസ് റൈഡർ എടുത്താൽ മതിയോ, അതോ ഇതുപോലൊരു സ്പെഷ്യലൈസ്ഡ് പോളിസി വേണോ? ഇത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്.